എല്ലാവർക്കും അറിയാം, ഓണാണ്. നമ്മൾ സദ്യ ഉണ്ണാറുണ്ട് അല്ലേ? സദ്യ ഉണ്ണുമ്പോൾ ഇല വെക്കേണ്ട രീതി, അതുപോലെ തന്നെ ഇല മടക്കേണ്ട രീതി, ഇതിനെല്ലാം പണ്ട് കാരണന്മാർ ഓരോ തരത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ പലരും ഇത് ചെയ്യുന്നത് തെറ്റായിട്ടാണ്. തെറ്റ് ചെയ്തിട്ട് അതിന് വ്യാഖ്യാനിക്കുക ഒരുപാട് ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണെന്ന്. അതിന് മുന്നേ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലോളപ്പിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോറിന നേരത്ത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയുടെ സൈഡ് ഏത് ഭാഗത്തേക്കാണ് വെക്കാന്നുള്ളത് നോക്കാം. തലഭാഗം കനം കുറഞ്ഞ ഭാഗം വന്നിട്ട് ഇടത്തെ സൈഡിലേക്കും കനം കൂടിയ ഭാഗം വന്നിട്ട് വലത്തെ സൈഡിലേക്കാണ് സാധാരണ വെക്കാറ്. അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പെട്ടിരിക്കുന്ന വിഷയമാണത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏത് സൈഡിലോട്ടാണ് ഇല മടക്കേണ്ടത് എന്നുള്ളത്. സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് മുന്നോട്ടാണ് മടക്കാറ്. ശരിക്കും അതല്ല ശരിയായ രീതി. സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പുറകോട്ടാണ് മടക്കേണ്ടത്. കാരണം അതിനൊരു ഐതിഹ്യമുണ്ട്. അതായത് ഭക്ഷണമൊക്കെ കഴിച്ചു, നമ്മളൊരു സ്ഥലത്ത് ചെന്നു, സദ്യ കഴിച്ചതിന് ശേഷം നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, നമ്മൾ ഹാപ്പിയായി എന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു രീതിയാണ് അത്. നമ്മൾ നല്ലോണം പോലെ റിസീവ് ചെയ്തു എന്ന രീതിയിലാണ് ഇല മടക്കേണ്ടത്. അപ്പോൾ ഈ ഇല പുറകോട്ട് മടക്കണം. അതാണ് ശരിയായ രീതി. ഇത് കേരളത്തിൽ മാത്രം ഇങ്ങനെയല്ല. കേരളം വിട്ടാൽ തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ അവിടെ പോയിട്ട് ഇല മുന്നോട്ട് മടക്കി കഴിഞ്ഞാൽ അവർ തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലത്തെ കാര്യം പറയാം. കേരളത്തിൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇല പുറത്തോട്ടാണ് മടക്കാറ്. അതിനൊരു കാരണമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലും ലിക്വിഡ് ഐറ്റംസ് ആണ് കൂടുതൽ. സാമ്പാർ ആയിക്കോട്ടെ, മറ്റ് കറികളായിക്കോട്ടെ, പിന്നെ പായസം നല്ലപോലെ വെള്ളത്തോടെ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതലും വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ഇലയിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ മടക്കുമ്പോൾ നമ്മുടെ ദേഹത്തോട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ പുറത്തോട്ട് മടക്കി ഇല കമത്തുന്നത്. നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ആതിഥ്യമര്യാദ അനുസരിച്ച് അത് ഉള്ളിലോട്ടാണ് മടക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത് കറക്റ്റാണ്, പക്ഷെ അത് കേരളത്തിൽ ചെയ്തപ്പോൾ തെറ്റായിപ്പോയി.